കാട്ടി റോൾ കഴിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ കൊൽക്കത്തയിലാണ് ഇതിൻ്റെ ജനനമെന്നാണ് പറയുന്നത്. സംഭവം സിമ്പിളാണ്. പൊറോട്ടയ്ക്ക് വേണ്ടി പരത്തുന്ന പോലെ മാവുണ്ടാക്കി പരത്തി അത് എണ്ണയിൽ അങ്ങ് വേവിച്ച് അതിൻ്റെ മേലൊരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അത് നല്ലോണം ബീറ്റ് ചെയ്ത് ഇതാ കണ്ടോ കണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആ കനൽ നല്ലോണം കത്തണം, എന്നാൽ മാത്രമേ പൊറോട്ട പെട്ടെന്ന് ചൂടാവുള്ളൂ. അങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി അതയാൾ അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്യും. പട്ടക് 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 പട്ടക്. അന്നേരം മുട്ട മൊത്തം അതിൽ പരക്കുകയും ചെയ്യും, മിക്സ് ആവുകയും ചെയ്യും. അത് മെല്ലെ അങ്ങ് തിരിച്ച് ഒന്ന് മറച്ചിടും. അന്നേരം എന്താ പറ്റുക? മുട്ട നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അതൊന്ന് അമർത്തി പിടിച്ച് കുറച്ചുകൂടി എണ്ണയിൽ ഒഴിച്ച് അങ്ങ് വേവിച്ച് 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 ഒരു പരുവാക്കും അതിനെ. അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് ചില സാധനങ്ങളിലിടും. ഇതാ പുറത്തേക്കിടാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കാണുന്നത്, ചിക്കൻ. ഒരു സ്പെഷ്യൽ കൊൽക്കത്ത മസാല പോലെ ആക്കി വെച്ച ചിക്കനാണിത്. അതിലെല്ലൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വരിഞ്ഞിട്ട ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയിലിട്ട് എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യും. ആ ഉള്ളി അങ്ങനെ ഓവറായിട്ട് വേവൊന്നുമില്ല, ചിക്കൻ ഓൾറെഡി വെന്തതാണല്ലോ. അങ്ങനെ ഫുൾ മിക്സ് ചെയ്ത് ഈ കളറാവും. ഓരോ നാട്ടിലുള്ള മസാലക്കനുസരിച്ച് കളറിൽ മാറ്റം വരും. അങ്ങനെ ആ പൊറോട്ട മെത്ത വിരിച്ച് അതിൻ്റെ അകത്തേക്ക് ചിക്കനെ കിടത്തുകയാണിനി. ചിക്കൻ ഉറങ്ങിയോ? ഇല്ല. ഉറങ്ങുന്നതിന് മുമ്പ് വേറൊരു പണിയുണ്ട്. അത് മടക്കി ചുറ്റി റാപ്പ് ചെയ്തെടുക്കണം. കടക്കാരൻ നമ്മളോട് ചോദിച്ചു, നിനക്ക് എരിവ് നല്ലോണം വേണോ? ഞാൻ പറഞ്ഞു അധികം എരിവൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് മതി. നമുക്ക് പരിചയമില്ലാത്ത മസാലയാണല്ലോ, അഥവാ നല്ല എരിവായിട്ട് ഇനി വേറെ എന്തെങ്കിലും പണി കിട്ടിയാലോ ഒന്നും കൂടി ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് വളരെ കുറച്ചേ സോസെല്ലാം ഇടാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പച്ച ഉള്ളീൻ്റെ കടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുമെന്ന് ഇപ്പോഴേ ചിന്തിച്ചു. ഇത് മയോണൈസാന്ന് തോന്നുന്നു. ഇനി വരുന്നതാണ് നമ്മുടെ സ്വന്തം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ്. ഇത് പുതിന ചട്നി. അടുത്തത് അതിന് വരെ സ്പെഷ്യൽ സോസ്, അതും കൂടി ഒഴിച്ചിട്ടുണ്ട്.